മലയിടം തുരുത്ത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലിൽ 16-ാം തീയതി വരെ നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്യുകയാണ്. അടിയന്തരമായി തന്നെ ആ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള നേരത്തെയുള്ള കോടതി ഉത്തരവ് ഇപ്പോൾ അതിൽ ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലേക്കാണ് ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. 16-ാം തീയതി വരെ നടപടികൾ നിർത്തിവെക്കുക എന്നുള്ളത്, ഉടൻ തന്നെ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടതില്ല ഈ താമസക്കാരെ എന്നുള്ളതാണ്. ഇതിൽ പോലീസാണ് ഇങ്ങനെയൊരു അപേക്ഷ നൽകിയത്. പോലീസ് നൽകിയ അപേക്ഷയിലാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. 16-ാം തീയതി വരെ നടപടികൾ നിർത്തിവെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അത് അവിടെയുള്ള ആളുകൾക്ക് വളരെ ആശ്വാസകരമാണ്. ഇതിനു മുൻപ് പോലീസ് അങ്ങോട്ടേക്ക് കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്നു. 14-15 തവണയിലേറെ അങ്ങോട്ടേക്ക് എത്തിയതാണ്. ആ സമയത്തെല്ലാം വലിയ പ്രതിഷേധവുമായി അന്നാട്ടുകാർ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കാരണവശാലും തങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് 16-ാം തീയതി വരെ നടപടികൾ നിർത്തിവെക്കുക എന്നുള്ളതാണ്. കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരല്ല എന്ന തരത്തിലേക്ക് തൽക്കാലത്തേക്ക് അങ്ങനെയൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവായി തന്നെ വന്നിരിക്കുന്നു എന്നതാണ്. 9-ന് മുൻപ് ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ചെറിയൊരു ആശ്വാസമാണ്, ഒരാഴ്ചത്തെ ആശ്വാസം. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി 9-ാം തീയതിക്കകം തന്നെ ഇന്ന് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെയാണ് ആലുവ എറണാകുളം റൂറൽ പോലീസ് സൂപ്രണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രത്യേകിച്ച് കേസ് ഹൈക്കോടതിക്ക് മുമ്പാകെ നിൽക്കുകയാണ്. 2 ആഴ്ച സാവകാശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതാണ്, ഹൈക്കോടതിക്ക് മുന്നിലാണ് ഇപ്പോൾ ഈ കേസ് ഉള്ളത്. അവിടെയാണ് താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ മലയിടം തുരുത്ത് നിവാസികൾക്ക് ഇപ്പോൾ ഒരു ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. 16-ാം തീയതി വരെ നടപടികൾ പാടില്ല എന്ന് പറയുന്നു. അതായത് അവർ അവിടെ തന്നെ തുടരണം. 16-ാം തീയതി വരെ പുനരധിവസിക്കലിനെ കുറിച്ച് ഒന്നുമുള്ള ചർച്ചകൾ പാടില്ല, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കരുത് എന്ന തരത്തിലേക്കുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. അത് അടിയന്തരമായി തന്നെ നടപ്പാക്കണം എന്നുള്ള മുൻ ഉത്തരവിന് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് 16 വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവായത്. വിഷ്ണു, പറയൂ. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 2 ആഴ്ച സാവകാശം വേണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ അവർ ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സാവകാശം നൽകുകയും ചെയ്തു. അതിനിടയിലാണ് പക്ഷേ മുനിസിപ്പൽ കോടതിയുടെ ഭാഗത്തുനിന്ന് 9-ാം തീയതി തന്നെ നടപ്പാക്കണം, ഈ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനെതിരെയാണ് എറണാകുളം റൂറൽ പോലീസ് മേധാവി ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണിപ്പോൾ ഹൈക്കോടതി 16-ാം തീയതി വരെ ആക്ഷൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. താൽക്കാലിക ആശ്വാസമാണ്. ഇനിയിപ്പോൾ ഇതിന് സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പുനരധിവാസത്തിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നും അത്തരത്തിലൊരു പുനരധിവാസത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നും അവിടുത്തുകാർ വ്യക്തമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവരുടെ പ്രതികരണം അതനുസരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 16-ാം തീയതി വരെ ഇപ്പോൾ ആക്ഷൻ പാടില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. താൽക്കാലിക ആശ്വാസമാണ്. കാരണം 9-ാം തീയതി നാളെയോ മറ്റന്നാളോ ഒക്കെ അഭിഭാഷക കമ്മീഷൻ എത്തും എന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഹൈക്കോടതിക്ക് മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഹൈക്കോടതി സാവകാശം നൽകിയ സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആക്ഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് താൽക്കാലിക ആശ്വാസമാണ്. ഈ സമയകാലയളവിൽ, അതായത് 16-ാം തീയതി വരെയുള്ള സമയകാലയളവിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ സർക്കാർ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. മലയിടം തുരുത്തുകാരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. അതിനെങ്ങനെയാണ് ഇനിയിപ്പോൾ സർക്കാർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? സർക്കാർ മുമ്പാകെ അവർ മുമ്പോട്ട് വെച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഒന്നും ഈ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതിപ്പോൾ സർക്കാർ എങ്ങനെയാണ് അത് പരിഗണിക്കാൻ പോകുന്നുള്ളതാണ് ശ്രദ്ധേയം. ചർച്ചകളൊക്കെ പലതവണ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി അവസാനവട്ട ഒരു ചർച്ചയിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. അനുജ, ഇതിനിടയിൽ ഇപ്പോൾ എന്താണ് ഇനി 16-ാം തീയതി വരെ പാടില്ല എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കോടതി ഇത് പരിഗണിക്കും എന്നതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനിടയിൽ എന്തെങ്കിലും ചർച്ചകളാകാം എന്നോ മറ്റോ കോടതി പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു? ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഇവരുടെ അഭിഭാഷകൻ, അതായത് മലയിടം തുരുത്ത് സ്വദേശികളുടെ അഭിഭാഷകൻ, അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരം അദ്ദേഹം പങ്കുവച്ചത്. 16-ാം തീയതി വരെ ആക്ഷൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഇനിയിപ്പോൾ സ്വാഭാവികമായും ചർച്ചയുടെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് ചർച്ച നടത്താൻ പോകുന്നത് എന്ന കാര്യമൊക്കെയാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും 16-ാം തീയതി വരെ ആക്ഷൻ
പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ കൂടുതൽ ചർച്ചകളുടെ സാധ്യതയൊക്കെ സർക്കാരാണ് തുറന്നിടേണ്ടത്. അവരിപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് പോകും. കാരണം ഇത്രയും ഒരാഴ്ചയോളം സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നടപടിയിലേക്ക് അവർ പോകുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചാണ് ഈ ഹർജി അപേക്ഷ IA ആയിരുന്നു അപേക്ഷ പരിഗണിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് ഇട്ടത്. മുൻസിഫ് കോടതിയുടെ ഉത്തരവ് വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. 9-ാം തീയതിക്ക് മുമ്പ് ഇത് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അതിനിപ്പോൾ താൽക്കാലികമായി തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുജ, അതാണ് പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. 16-ാം തീയതി വരെ നടപടികൾ പാടില്ല എന്ന് പറയുകയാണ്. ഒരു താൽക്കാലിക ആശ്വാസമാണ്. 9-ാം തീയതിക്ക് മുൻപ് ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നേരത്തെ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാണിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതി വരെ ഒരു നടപടിയും പാടില്ല എന്നുള്ളത്. ഇനി അതിനിടയിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്തണം, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളതിൻ്റെ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.